എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10 ടൂറിസ്റ്റ് പ്ലേസുകളാണ്. മൺട്രോത്തുരുത്ത് ബോട്ടിങ്, കയാക്കിങ്, കുട്ടവഞ്ചി, ഹൗസ് ബോട്ട്, പിന്നെ കണ്ടൽ കാടുകളുടെ ഇടയിലൂടെയുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര എല്ലാം നിങ്ങൾക്ക് ഒരു വൺ ഡേ ട്രിപ്പായിട്ട് വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ജടായുപ്പാറ, ജടായു എർത്ത് സെന്റർ, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമാണിത്. സംവിധായകനായ രാജീവ് അഞ്ചലിന്റെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചത്. ജടായുപ്പാറയുടെ മുകളിലേക്ക് പോകാനായിട്ട് സ്റ്റെപ്പ് വഴി നടന്നും പോകാം, അല്ലാതെ കേബിൾ കാറിൽ പോകാൻ പറ്റും. കേബിൾ കാർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ജടായു രാവണ യുദ്ധം ജടായു പാറയിൽ വെച്ച് നടന്നു എന്നാണ് വിശ്വാസം. വെട്ടേറ്റ് വീണ ജടായുവിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണിത്. സാമ്പ്രാണിക്കോടി ഐലൻഡ് അഷ്ടമുടിക്കായലിന്റെ നടുക്ക് പോയിട്ട് ഏകദേശം മുട്ടോളം മാത്രം ആഴം വരുന്ന വെള്ളത്തിൽ ഇറങ്ങി നടക്കാനും കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ പോകാനും പിന്നെ വള്ളത്തിൽ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ യാത്ര ചെയ്യാനും ഒക്കെ പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ് സാമ്പ്രാണിക്കോടി ഐലൻഡ്. വെറും 150 രൂപ ടിക്കറ്റിൽ നിങ്ങൾക്ക് സാമ്പ്രാണിക്കോടി ഐലൻഡിൽ ചെല്ലാൻ പറ്റും. അവിടുന്ന് 100 രൂപ ടിക്കറ്റിൽ വള്ളത്തിൽ കയറി കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയുള്ള ഒരു യാത്രയ്ക്കും പോകാൻ പറ്റും. ഏകദേശം 1 മണിക്കൂറാണ് നിങ്ങൾക്ക് സാമ്പ്രാണിക്കോടിയിൽ ചെലവിടാൻ കിട്ടുന്ന സമയം. തെന്മല എക്കോ ടൂറിസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് വന്ന് കുറേ റൈഡുകളും പല സോണുകളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണത്. അഡ്വഞ്ചർ സോൺ, ലേഷർ സോൺ, ബട്ടർഫ്ലൈ സഫാരി പാർക്ക്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, ബോട്ടിംഗ്, ഡിയർ റീഹാബിലേഷൻ സെന്റർ. തെന്മല എക്കോ ടൂറിസത്തിന്റെ ടിക്കറ്റ് ചാർജ് ഒക്കെ ഓരോ പാക്കേജുകളായിട്ടാണ്. ഓരോരോ സോണുകൾ അനുസരിച്ചും ഓരോ റൈഡുകൾ അനുസരിച്ചുമാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജിന്റെ പാക്കേജുകൾക്ക് വരുന്നത്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്തുനിന്ന് ഏകദേശം 66 കിലോമീറ്ററോളം ദൂരമാണ് തെന്മല എക്കോ ടൂറിസത്തിൽ വരാൻ വേണ്ടിയിട്ട്. മീൻപിടിപ്പാറ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മീൻപിടിപ്പാറ. കൊല്ലത്ത് നിന്നും മീൻപിടിപ്പാറയിലേക്ക് വരാനായിട്ട് ഏകദേശം 29 കിലോമീറ്റർ ദൂരമാണുള്ളത്. പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഒഴുകുന്ന ഔഷധ ഗുണമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ചെറിയ അരുവിയും ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും ചെറിയ രീതിയിലുള്ള ഒരു പാർക്കും ഇവിടുണ്ട്. മീൻപിടിപ്പാറയുടെ ടിക്കറ്റ് ചാർജ് വെറും 20 രൂപയാണ്. മലമേൽപ്പാറ കൊട്ടാരക്കരയിലെ അറിയപ്പെടുന്ന ടൂറിസ്റ്റ് പ്ലേസുകളിലൊന്നാണ് മലമേൽപ്പാറ. മുതിർന്നവർക്ക് 20 രൂപ ടിക്കറ്റും കുട്ടികൾക്കും സീനിയർ സിറ്റിസൺസിനും 10 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. പല പേരുകളിൽ പല രൂപങ്ങളുള്ള പാറകൾ നിറഞ്ഞൊരു സ്ഥലമാണ് മലമേൽപ്പാറ എന്ന് പറയുന്നത്. ശങ്കുത്തുപാറ, ഗോളാന്തരപ്പാറ, കുടപ്പാറ, ആയിരവല്ലിപ്പാറ, അങ്ങനെ പല പല പാറകളും ഇവിടെ കാണാൻ പറ്റും. ഫാമിലി ആയിട്ടായാലും ഫ്രണ്ട്സ് ആയിട്ടായാലും കപ്പിൾസ് ആയിട്ടായാലും എങ്ങനെ വന്നാലും നല്ലൊരു കിടിലൻ സ്ഥലമാണ്. നിങ്ങൾ കപ്പിൾസ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ID പ്രൂഫ് എന്തെങ്കിലും കാണിക്കേണ്ടി വരും. 18 വയസ്സിന് മുകളിലാണെന്നുള്ളത്. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരമാണ് മലമേൽപ്പാറയിലേക്ക്. റോസ്മല കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലെ ഒരു സ്ഥലമാണ് റോസ്മല. കുറച്ചു ദൂരം വനപാതയിലൂടെ യാത്ര ചെയ്തിട്ടാണ് റോസ്മലയിൽ എത്തേണ്ടത്. സ്വന്തം വാഹനങ്ങളിൽ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. KSRTC ബസ് സർവീസ് വളരെ കുറവാണ്. റോസ്മല വ്യൂ പോയിന്റിൽ നിന്ന് തെന്മല ഡാം കാണാൻ പറ്റും. റോസ്മല വ്യൂ പോയിന്റിലേക്ക് കാടിന്റെ ആംബിയൻസിൽ വരുന്ന ഒരു വഴിയും പിന്നെ ഈ കാണുന്ന ഒരു വ്യൂ പോയിന്റുമാണ് ഇവിടെ കാണാനുള്ളത്. വ്യൂ പോയിന്റ് ഒരു കിടിലൻ വ്യൂ പോയിന്റ് തന്നെയാണ്. കുടുക്കത്ത് പാറ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 840 മീറ്റർ ഉയരത്തിലാണെന്നുള്ളത്. ഇത് 3 പാറകൾ ഒരു കുന്നിന്റെ രൂപത്തിൽ കാണപ്പെടുന്ന സ്ഥലമാണ്. 3 പാറകളിൽ ഏറ്റവും ഉയരം കൂടിയ പാറയുടെ മുകളിലേക്ക് ആർക്കും പോകാൻ പറ്റില്ല. ഈ ഒരു സ്ഥലത്ത് ഒരു കാവ്, ഗുഹ, പിന്നെ കുറച്ച് ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളും കാണാൻ പറ്റും. കുടുക്കത്ത് പാറയിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾ ബൈക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസും ചെയ്യാൻ പറ്റും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. കൊല്ലം ബീച്ച് കൊല്ലം ചിന്നക്കടയിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ കൊല്ലം ബീച്ചിലേക്ക് വരാൻ വേണ്ടി. കൊല്ലം ബീച്ചിനോട് ചേർന്ന് ഒരു പാർക്കും ബീച്ചിനടുത്തായിട്ട് തന്നെ പോർട്ട് കൊല്ലം ഹാർബറും കാണാൻ പറ്റും. വളരെ വിശാലമായൊരു ബീച്ചാണ് കൊല്ലം ബീച്ച്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലമുള്ള ഒരു ബീച്ചാണ്. വൈകുന്നേര സമയങ്ങളിൽ നല്ല തിരക്കുള്ള ഒരു ബീച്ചാണ്. പല വെറൈറ്റീസിലെ ഫുഡ് ഐറ്റംസ്, ഫ്രൈഡ് ആയിട്ടുള്ളതും അല്ലാത്തതായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് 144 അടി ഉയരമാണ് ഈ ലൈറ്റ് ഹൗസിനുള്ളത്. 1902 ലൈറ്റ് ഹൗസ് ഇവിടെ നിർമ്മിച്ചത്. ലൈറ്റ് ഹൗസിന്റെ മുകളിലേക്ക് പോകാനായിട്ട് ഇതിനു മുമ്പൊക്കെ പടി കയറി മുകളിൽ പോകണമായിരുന്നു. ഇപ്പോഴും ലിഫ്റ്റ് സൗകര്യമുണ്ട്. ലൈറ്റ് ഹൗസിന്റെ താഴെയായിട്ട് ചെറിയൊരു പാർക്ക് കാണാൻ പറ്റും. ഗാർഡനും കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ റൈഡുകളും ഇരിക്കാനുള്ള സൗകര്യത്തിന് കുറച്ച് ചെയറുകളും കാണാൻ പറ്റും. കൊല്ലം ബീച്ചിനടുത്തായിട്ട് തന്നെയാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഉള്ളത്. കൊല്ലം ബീച്ചിൽ നിന്ന് കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നുള്ള കടൽ പാലവും സൂര്യാസ്തമയത്തിന്റെ കാഴ്ചകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് മുതിർന്നവർക്ക് 20 രൂപയും സീനിയർ സിറ്റിസൺസിനും കുട്ടികൾക്കും 10 രൂപയാണ്. നിങ്ങൾ ഇപ്പോഴേ കണ്ട ഓരോ സ്ഥലങ്ങളുടെയും ഫുൾ ഡീറ്റെയിൽസ് അടക്കുന്ന വീഡിയോസ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.